ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നിയർലി 1 മന്തായി യൂട്യൂബ് വീഡിയോസ് ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞുതരാം. ബേസിക്കലി ഈ ഒരു വീഡിയോ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് വീഡിയോ ആണ്, ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ. സോ ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ ബേസിക്കലി നാളെയാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ പ്രീവിയസ് ഡേറ്റാണ്. സോ ആദ്യം നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചു. എനിക്കറിയില്ല ഇഫ് ഇറ്റ് വിൽ കം ഔട്ട് ഗുഡ്, കാരണം ഞാനിതുവരെ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇവൻറ്റിന് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു ഫുൾ ഡേ അങ്ങനെ അൺകട്ടായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ വോക്കൽ റെസ്റ്റിലായിരുന്നു, ഒരാഴ്ചയ്ക്ക് മേലെയായി. ഇപ്പോൾ എൻ്റെ വോക്കൽ കോഡിന് ചെറിയൊരു സ്ട്രെയിൻ വന്നു. സോ എനിക്ക് എന്താ പറയുക, ചുമയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊപ്പം റെക്കോർഡിങ്ങിനും പോയിട്ട് സ്ട്രെയിൻ അധികമായിട്ട് വോക്കൽ കോഡ് നീര് വെച്ചു, സ്വെല്ലിംഗ് ആയി. സോ കംപ്ലീറ്റ് 2 weeks കംപ്ലീറ്റ് വോക്കൽ റെസ്റ്റാണ് പറഞ്ഞിരുന്നത്. സംസാരിക്കാനേ തീരെ പാടില്ല. പക്ഷെ ഇപ്പം എൻ്റെ സംസാരം നേരെയായി. കഴിഞ്ഞൊരു കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്നും ഇല്ലായിരുന്നു, കാറ്റ് മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതൊരു ഭയങ്കര ടെറിബിൾ സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. ഇപ്പം സൗണ്ട് നേരെയായി, പക്ഷേ പാടാൻ അത്ര റെഡി ആയിട്ടില്ല. അതായത് ഇപ്പം കേട്ടോ ഹൈ പിച്ചിലേക്ക് പോകുമ്പോൾ കാറ്റാണ് വരുന്നത്. അത് ബേസിക്കലി സ്വെല്ലിങ് മാറിയിട്ടില്ല. സംസാരിക്കാൻ ഓക്കെയാണ്, പക്ഷേ എനിക്ക് ഡോക്ടർ പറഞ്ഞത് എഴുതി സംസാരിക്കാനാണ്, അങ്ങോട്ട് എഴുതി സംസാരിക്കാൻ. അത്രയും മിണ്ടരുത് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മിണ്ടാണ്ടിരിക്കാനൊന്നും പറ്റില്ല, ഒട്ടും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ അധികം. ഇപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, കാരണം ഒരുപാട് നാളായി, ഞാൻ നിയർലി 1 മന്തായി എൻ്റെ ചാനലിലൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പം അതുകൊണ്ട് എനിക്ക് പതുക്കെ റെസ്റ്റ് എടുത്തിട്ട് വേണം നോക്കിയാവാൻ. ചിലപ്പം ഈ വീഡിയോ കഴിഞ്ഞ് ചിലപ്പോൾ ഇനി അടുത്ത വീഡിയോ മെല്ലെ ഉണ്ടാവും വരിക, അറിയില്ല. സോ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്നോട്. ഇത് ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ്. കാരണം നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാൻ ഈ സൗണ്ട് കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ സൗണ്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പം ഞാൻ കുറച്ച് നാൾക്ക് ശേഷം കുറച്ച് ദിവസമായിട്ട് കണ്ണൂർ വീട്ടിലാണ്, അജുവിൻ്റെ വീട്ടിൽ. അപ്പോൾ രാവിലെ ഉറക്കം എണീറ്റാൽ എനിക്കിപ്പം ഞാൻ എണീറ്റ് വരുന്ന വാർഡ് ഷൂട്ട് ചെയ്ത് തരാനൊന്നും ഇവിടെ ആരുമില്ല, ഞാൻ തന്നെ എടുക്കണം. അപ്പോൾ എണീറ്റ് വരുന്നൊരു ഉറക്കപ്പിച്ചിൽ ചിലപ്പം ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല. എന്തുകൊണ്ട് എടുത്തില്ല, എന്താണ് എൻ്റെ ഒരു കണ്ടീഷൻ, ഇപ്പം എങ്ങനെയുണ്ട്, ഇതൊന്നും ചിലപ്പോൾ ഉറക്കപ്പിച്ചിൽ എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റുന്നുണ്ടാവില്ല നാളെ രാവിലെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ വീഡിയോ ഒരു ഇൻട്രോ എടുത്ത് വെക്കുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. നേരത്തെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമായിരുന്നു. തന്നെ ഇവിടെ ഒട്ടിച്ച് വെക്കട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് നേരത്തെ എണീറ്റല്ലേ? ഞാൻ അല്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെ എണീക്കും, എന്നിട്ടും മുറ്റം തൂക്കും, വിറക് കീറും, അപ്പുറത്തെ റബ്ബർ തോട്ടത്തിൽ പോയിട്ട് എല്ലാ മരത്തിൻ്റെ വെട്ടിയെടുക്കും. പിന്നെ അപ്പുറത്തെ അയൽവാസിക്കും അവിടെയുള്ള അപ്പുറത്തെ എല്ലാ വീട്ടിലും പോയി ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അതൊന്നുമില്ലേ? എന്നിട്ട് ഇടക്കിടക്ക് കിണറ്റിൽ ഇറങ്ങി ക്ലീൻ ചെയ്യും രാവിലെ തന്നെ ഒരു 8 മണിക്ക്. 10 മണിക്കാകുമ്പോഴേക്ക് ഡിന്നർ അടക്കം റെഡി. അതിനുശേഷം പിന്നെ രാഷ്ട്ര നിർമ്മാണത്തിന് വർക്ക് ചെയ്യും, രാഷ്ട്ര പുനർനിർമ്മാണം. ഇന്നലെ ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ എണീറ്റ് വന്ന് നിൽക്കും, പക്ഷെ ഭാവ വ്യത്യാസം ഉണ്ടാവരുത്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് എണീറ്റല്ലോ എന്ന് ചിരിക്കണം. ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യട്ടെ.
രാവിലെ ഉറക്കം എണീറ്റ പാടും ഞാൻ കാണുന്നത് സാക്ഷാൽ കൊല്ലം ഷാഫിയുടെ മെസ്സേജാണ്. മെസ്സേജല്ല, കമൻറ്റ്. സോ ബേസിക്കലി ഈ പാട്ട് ഇത് കോപ്പിറൈറ്റ് വരും. ഇത് ഞാൻ തന്നെയാണ് പാടിയത്. ഇത് ഞാൻ ലിപ്സിങ് ചെയ്യുന്നതല്ല. സോ ആള് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തോന്നുന്നു. ആള് ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്ത്, ആളിത് മുന്നേ ഞാൻ ഇട്ട സമയത്തും കഴിഞ്ഞ വർഷം ഞാനിത് പോസ്റ്റ് ചെയ്ത സമയത്തും ഈ പാട്ട് കേട്ടിട്ടുണ്ട്, കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾ മറന്നുപോയി തോന്നുന്നു. ഇപ്പം ഈ വേർഷൻ ഒറിജിനൽ പാടിയത് ആരാണെന്ന് അറിയുമെങ്കിലൊന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പോസ്റ്റിൻ്റെ ഇടയിൽ ഞാൻ പാടിയതെന്ന് മനസ്സിലാകുന്നില്ലേ? ഞാൻ ലിപ്സിങ്ക് ചെയ്ത പോലെയുണ്ട് പാടുന്നത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഉറക്കം എണീക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ ഇടയിൽ പോയിട്ട് പറയൂ, ഞാനാണ് ഞാൻ. താന്നാ മിണ്ടാതിരിക്കുന്നത്. ആ പണിയെടുക്കുന്ന പ്രവാസി. സംഭവം എന്താണെന്ന് വെച്ചാൽ, അൺഫോർച്ചുനേറ്റ്ലി രാവിലെ ഉമ്മ അല്ലാണ്ട് വേറെ ആരും എണീറ്റിട്ടില്ല. ഈ ഇതിടൂ, ഷോൾ ഇടൂ. രാവിലെ എണീറ്റാൽ നമ്മൾ അജുവിനെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അജു ഈ വീടിൻ്റെ രാവിലെ എണീറ്റാൽ അജുവിനെ ഭിത്തി കയറ്റും. പിന്നെ അജു ഇവിടെ വൈകിട്ട് വരെ ഉണ്ടാവും ഇങ്ങനെ ഈ വീടിൻ്റെ ഒരു കോണിൽ ഒരു ഭാഗമായി പണിയെടുക്കുന്ന പ്രവാസി. രാവിലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടസുർക്ക. ഈ മുട്ടസുർക്ക എന്ന് പറയുന്ന സാധനം കണ്ണൂരിലുള്ളതാണോ പൊതുവേ മലബാർ സൈഡിലുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഒപ്പം എന്താ കഴിക്കാൻ? ചിക്കൻ കറിയാ. അപ്പോൾ രാവിലെ ഉറക്കം എണീറ്റാനൊരു ചെറിയ മന്ദതയുണ്ട്. നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല രാവിലെ എണീക്കുമ്പോൾ. പിന്നെ ബേസിക്കലി ഞാൻ ഈ സമയത്തൊന്നും എണീക്കുന്ന ഒരാളല്ല. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുള്ളതുകൊണ്ട് നേരത്തെ എണീറ്റ് വന്നതാണ്. വേറെ ആരും എണീറ്റിട്ടില്ല, വീട്ടിലുള്ള ആരും എണീറ്റിട്ടില്ല. ഇവിടെ 2-3 അതിഥികളെ കാണിച്ചു തരാം. ഹായ് സേ ഹായ് പറയൂ. ഹായ്, എന്തൊക്കെയാണ് വിശേഷം? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? വല്ല പണിക്കും പോയിക്കൂടെ? പണിക്ക് പോകണം രാവിലെ എണീറ്റിട്ട്, അല്ലാണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുമല്ലാണ്ട്. നോക്കല്ലേ എടേ കുട്ടികളൊക്കെ എടേ? ഇത് കുട്ടിയാ? പോയി ഉമ്മച്ചി പോയി. എടേ പോയേ? തൊട്ടോട്ടെ, ഞാനൊന്ന് തൊട്ടോട്ടെ. ഹായ്. കുളിക്കണം കേട്ടോ വല്ലപ്പോഴൊക്കെ. തിന്ന് ഉറങ്ങിയാൽ മാത്രം പോരാ. കളിക്കല്ലേ അല്ലല്ലേ. ഹായ്, ഒരു ഷേക്കാൻ തരൂ. 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 അയ്യോ ഹായ്. അള്ളാൻ വരിക ബ്ലഡി ഫുൾ. എനിക്ക് നഖമില്ലാന്ന് വെച്ചിട്ട് കളിക്കല്ലേ. ബൈ സി യു. ബൈ. ഇത്രയും തീ മതി.
ഓക്കേ. ഞാൻ ഇത് ഒഴിച്ചിട്ട് വെക്കാം. ഇതിങ്ങനെ കറക്റ്റ് നടുക്ക് തന്നെ ഒഴിക്കണം, ഇല്ലെങ്കിൽ ഗുല ഗുല. സഹദേരെ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എന്റെ വീഡിയോ എടുക്കൊന്നും വേണ്ട, എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാ മതി. അത് ഞാൻ സാമി ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ വെച്ചേ. എന്നെ പോലുന്നില്ല. ആ സാമി ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വെച്ചേ. പക്ഷെ സാമിയില്ല, കാരണം താടിയില്ല. അപ്പോൾ അജുവിൻ്റെ ഏട്ടനാണ്. അജുവിൻ്റെ താടി ഉള്ളപ്പോൾ അജുവിനെ പോലെ തന്നെയാണുള്ളത് അച്ചു. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ 100K സബ്സ്ക്രൈബേഴ്സ് ആവാനായി? അതെ. അപ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കണ്ടേ, വേണ്ടേ? ആ. അപ്പോൾ ഇതാണ് അസ്ലം അച്ചു. സബ്സ്ക്രിപ്ഷൻ എന്താ പറയണ്ടേ, വീഡിയോയിൽ വരാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ക്യാമറ എടുത്ത് കൊണ്ടുവച്ചതാ. എന്താ ഒന്ന് പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്രയും ഒരു സാഹചര്യത്തിൽ അച്ചു ഇതുവരെ ഞാൻ ഇത് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ എല്ലാരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി എന്താ വേറെന്തേനു മുട്ടപ്പത്തിയാ മുട്ട സുർക്ക. അച്ചാകെ ട്രാൻസില മാറിപ്പോയി. ഈ മുട്ടപ്പത്തിരി നാളെ ഫ്രണ്ട്സിനൊക്കെ ട്രോളാൻ വേണ്ടിട്ട് നാളെ ഗ്രൂപ്പുകളിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു, അച്ഛൻ്റെ ഫ്രണ്ട്സ് ആരും അച്ഛനെ ട്രോളാൻ പാടില്ല. എൻ്റെ നിർബന്ധപ്രകാരമാണ് വീഡിയോയിൽ വന്നത്. അല്ല, ഞാൻ ചോദിക്കാവുന്ന എന്തറിയോ, ഈ മുട്ട സുർക്ക കണ്ണൂർ മാത്രമുള്ളതാ? ഞാൻ വേറെ എവിടെയും കണ്ടില്ല, കണ്ണൂർ മാത്രമേ ഞാൻ കണ്ടില്ല, പുറത്തെവിടെ കിട്ടിയില്ല. എനിക്ക് നമ്മൾ റൊട്ടി ഉണ്ടല്ലോ, അത് പിന്നെയും മലപ്പുറം ഭാഗത്ത് മറ്റേ ടയർ പത്തിരി എന്നൊക്കെ പറഞ്ഞു കിട്ടും. മുട്ട സുർക്ക ഞാൻ ഇതുവരെ കണ്ടില്ല. ഇതെന്താ അറിയോ നിനക്ക്? ഇങ്ങനെ തൊടാനേ പാടുള്ളൂ. അങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ടോ? പോയി. സൈഡില് ബാത്റൂം ഇതുമില്ല. ബാ, ഞാൻ ആ സൈഡിൽ കയറാന്നാല് ഇത് കാണിച്ചു തന്നാലും നിനക്ക് തരൂല, ഇത് എനിക്കുള്ളതാ. കാണിച്ചു തന്നാ മതി. ഞാനല്ല കൊടുത്തേ, ഞാൻ എനിക്ക് എടുത്തുള്ളൂ. ഏത് ഏത് ഇതെന്റെയാ? പിടിക്കാനൊന്നും തരൂല. കൊഞ്ചിന്ന് നേർക്ക് വരാം. വേണ്ട, എന്റെയാ അന്ന് സാധനം ക്യാമറ എടുക്കുന്ന കണ്ടിട്ടൊക്കെ നല്ല ലുക്ക് ഉണ്ടാകണേ. എന്റെ ക്യാമറ, ഇത് എന്റെ ക്യാമറയാ, എന്റെ അജു വാങ്ങി തന്നതാ. പപ്പാനോട് പറ ഓസ്മോ പോക്കറ്റ് വാങ്ങി തരാൻ. എന്താ ഓസ്മോ പറഞ്ഞ വാങ്ങി തരൂ. ഓസ്മോ പോക്കറ്റ്. മോമോ അല്ല, നീ തരൂല. കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ തരൂല. ഭാവിക്ക് വരുമോന്ന്? അതെന്താ? നിങ്ങൾക്ക് ഞാൻ പൊട്ടിച്ചേരാലോ. ഫുള്ള് കാറ് മുട്ടായി ആര് തിന്ന്? ഭാവി തിന്നാ? എപ്പോ? നീ അല്ലേ തിന്നത്? നീ എന്നിട്ട് എനിക്കൊരു ഹാഫ് അല്ലേ തന്നത്?
ആ ഒരു കുറച്ച് ഹാഫ് എനിക്ക് തന്നു നീ. ആ എന്നിട്ട് നീ കരയാൻ തുടങ്ങി. കള്ളനല്ലേ നീ? നീ കള്ളത്തരല്ലേ? ഇതിൽ എത്ര മോൾട്ടീസേഴ്സ് ഉണ്ട്? 1 2 3 10 മോൾട്ടീസേഴ്സ്. ആണോ? ഒരെണ്ണം തരൂ ബാബിക്ക്. ഗുഡ് ബോയ് അല്ലേ? ഒരുമ ഞാൻ തരുന്നു. പൊട്ടിച്ചേരാവേ. ഇപ്പൊ പൊട്ടിക്കണോ? നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാ. മമ്മ വിളിക്കുന്നു. കുഞ്ഞിക്കാമടിയാ? എന്റെ ക്യാമറയില്ല, എന്റെ ക്യാമറ പെരക്കുണ്ട്. നിന്റെ ക്യാമറ പെരക്കുണ്ട്? ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. നിന്റെ മൈക്ക് ഉണ്ടാ വീട്ടില്? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ബാബിക്ക് മൈക്ക് ഉണ്ട്, കൊറേ മൈക്ക് ഉണ്ട്. ബ്ലൂ ബൈക്ക് ഉണ്ട്. ബൈക്കാ? അതുകൊണ്ട് എക്സ്പെരിമെന്റ് ബൈക്ക് ഉണ്ട്. ഓ ബൈക്ക്. ഒന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ ക്ലിയർ ആയിട്ട് പറ. എല്ലാം മനസ്സിലായി. എങ്ങനെയുണ്ട് ബീച്ച്? പറയൂ. സൂപ്പറാ? എന്താണ് കൂടുതൽ പറയാനുള്ളത് ബീച്ചിനെ പറ്റി? എന്താണ് താങ്കൾക്ക് കൂടുതൽ? അത് തൊടല്ലേ? അത് തൊട്ടാ തരൂലേ? അതൊന്നും തൊട്ടൂടാ. നീ പറഞ്ഞ അത് നോക്ക്, ബീച്ച് നോക്ക്. പാട്ട് പാടുക. നിന്നെ ഞാൻ പരിപാടിക്ക് ഹയർ ചെയ്താലോ? എത്ര എന്റെ പാക്കേജ്? 5000 രൂപ തന്നാ വരുവോ? 5000 തന്നാ വരൂ. അപ്പൊ ഏതൊക്കെ പാട്ടാ? സോണ സോണ 1-ാം നമ്പർ മതി. അത് ആദ്യം പാടിയാ മതി. ഒന്നുകൂടെ പഠിക്കാം. 1-ാം നമ്പർ. 1-ാം നമ്പർ. പരിപാടിക്ക് വേണ്ടവർ ബുക്ക് ചെയ്യുക. ബെല്ലച്ചാവടും ബെല്ലച്ചാവടും. നെക്സ്റ്റ് പാർട്ട് ഏത് പാട്ടാ? ഏതാ നിനക്ക് അറിയുന്നേ? അറിയില്ലേ? ഭാവി പറഞ്ഞ പാടും അല്ലേ? പറയാൻ പറ. ഇത് പോവാ, നമ്മളിങ്ങനെ കറങ്ങി പോവും. വെള്ളം ഞാൻ കഴുകിയിട്ട് വരുന്നു. പനിപ്പൂരിയാ? ഈ പാനിപ്പൂരി അത്ര പറ്റൂല. ഞാൻ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്റെ സ്ഥലം കൊല്ല. ഇന്ന് കല്യാണം കഴിച്ച കണ്ണൂരാ. നൈസായിരുവോ? എന്ത്? അല്ലല്ല, ഞാൻ സംബന്ധിച്ച ആ താത്തക്ക് എന്നെ കണ്ടപ്പോൾ മനസ്സിലായി. ഇവരെന്നെ പാത്തു പാത്തുന്ന് വിളിക്കുന്ന കേട്ടാരോ? ചോദിച്ചു എന്നെ വീട് എവിടെയാ? എല്ലാവരും അങ്ങനെ തന്നെ ചോദിക്കുന്നത്. ഹലോ ഹലോ ഹലോ. എന്താണിത്?
അല്ലാ എന്റെ ക്രോക്സ് എല്ലാം ഇപ്പൊ നനിയും. ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടും. അതാ അരിച്ച എന്റെ കൈ നാക്കി. അയ്യോ യോനെ ഹായ് പറ, ഹായ് പറ, ഹായ് പറ. ആരോട്? എന്റെ യുവാനെ അങ്ങ് പോരെ, അങ്ങ് പോരെ, അങ്ങ് പോരെ. പോ. അയ്യോ ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ ഇതുവരെ വൈൻഡപ്പ് ചെയ്തില്ല. എനിക്ക് നാട്ടിൽ നിന്ന് തിരിച്ച് പോരേണ്ട ഒരു അവസ്ഥ വന്നു. ആൻഡ് നാളെ പരിപാടിയുണ്ട്. അപ്പം പറഞ്ഞൊന്നും മറ്റൊന്നുമല്ല, ഇന്ന് നമ്മുടെ കൂടെ ആരുണ്ട്? ആരുണ്ട്? സാക്ഷാൽ ഹനാൻഷ. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഒച്ച മൊത്തം പോയിക്കണേ. അതുകൊണ്ട് അധികം വർത്താനം പറയാനൊന്നും പറ്റൂല. അല്ല അതല്ല പറയാ, അതുകൊണ്ടാണ് എനിക്ക് ആരംഭിച്ച സൗണ്ട്. അത് ഇന്റേത് പോയിക്കണല്ലോ. നമ്മളൊക്കെ എല്ലാവരും ഇതിപ്പോ ഒരു സീസണാന്നാ തോന്നുന്നു. എത്ര പോകാനും പേരേക്ക് മെസ്സേജ് അയച്ചറിയോ ഒച്ച പോയി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ മൊത്തത്തില് ക്ലൈമറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ടോ? പക്ഷെ എന്റേത് എന്റെ കയ്യിലിരിപ്പുണ്ട്. അന്ന് റെക്കോർഡിങ്ങിന് പോയില്ലേ, അന്ന് ഒന്നും സംഭവിച്ചില്ല. എനിക്ക് നല്ല ഹൈ എനി സോങ്, അപ്പം പാടിയോടെ എത്തിച്ചു, പക്ഷെ തൊണ്ട പോയി. കുറെ ദിവസത്തിന് ശേഷമാണ് വീണ്ടും നാളെ പരിപാടിക്ക് പോകുന്നത് അല്ലേ? നമ്മളെപ്പോഴാണ് ലാസ്റ്റ് പോയത്? ലാസ്റ്റ് ഏതോ ഒരു കോളേജ് പരിപാടിക്ക് പോയിട്ട് കുറേ ലാസ്റ്റ്. ശരിയാ, നമ്മൾ ഏത് പരിപാടിയാണ് ലാസ്റ്റ് ചെയ്തേ? എനിക്ക് ഓർമ്മയുണ്ടോ? കോളേജ് നമ്മൾ ലാസ്റ്റ് ഏതാ ചെയ്തത്? നമ്മൾ ന്യൂ ഇയർ പരിപാടിയാണ് ലാസ്റ്റ് ചെയ്ത്. അതേതു അത് കഴിഞ്ഞിട്ട് കോളേജ് നമ്മൾ ചെയ്തിട്ട് എത്രയായി? പറയൂ. കോളേജ് നമ്മളേതാ ലാസ്റ്റ് ചെയ്ത്? ഓർമ്മ എല്ലാവർക്കും, കാരണം അത്രയായി. എന്തായാലും 4 മാസമായി. 4 മാസം ആയിട്ടില്ല. ഞാൻ പറയാം, പറയും. കോട്ടയം പരിപാടിക്ക് മുമ്പ്. കോട്ടയൊക്കെ പബ്ലിക്കാട്ടോ. അതൊക്കെ പബ്ലിക് വേണ്ട. ഞാൻ ഹൈലൈറ്റ്സ് നോക്കട്ടെ. ഹൈലൈറ്റ്സ് നോക്കിയാലും 4 മാസം ഒന്നും ആയിട്ടില്ലേ? നോക്ക്. 4 കോട്ടയം സുൽത്താൻ ബത്തേരി ഖത്തർ CPA കോളേജ്. അത് നീ ഉണ്ടല്ലോ? അത് ഇല്ല, ഉണ്ടല്ലോ. ഞാനല്ല. ചേരൂർ അതും ഇല്ല. അല്ലാ ശരിയാണ്. എഡ്വിൻ അക്കാഡമി നമ്മൾ ലാസ്റ്റ് ചെയ്ത്. എഡിൻ അക്കാഡമിയാ കോളേജ് അല്ല. അല്ല, എഡ്വിൻ അക്കാഡമി കോളേജ് അല്ല. മസ്കറ്റ്, അതിന് പിന്നെ മസ്കറ്റ് ഒക്കെ പോയത്. പിന്നെ ഇതിപ്പോ സെപ്റ്റംബർ ആയിട്ടോ. ഒക്ടോബർ നവംബർ ഡിസംബർ സെപ്റ്റംബർ. സ്കൈഫോർഡ് കോളേജ് അല്ല, അത് ഏവിയേഷൻ കോളേജ് അല്ല. അക്കാഡമി അല്ലേ? അക്കാഡമി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലെവലിലല്ല അത് വരാം. കോളേജൊക്കെ ഇതല്ലേ വരിക? അക്കാഡമി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്ടർ. അതിന് മുന്നേ ഈഗിൾസ് അക്കാഡമി ചെയ്ത്. ഇലാഹിയ നമ്മൾ ലാസ്റ്റ് ചെയ്ത്. ഇലാഹിയ കോളേജ് എറണാകുളം. പരിപാടിക്ക് പോയത് ഇലാഹിയ കോളേജ് മൂവാറ്റുപുഴ അല്ലേ? ആ മൂവാറ്റുപുഴ. അതെന്നും നോക്ക്. അത് ജൂലൈയില്. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 5. ഞാൻ ജാനുവരി 5-6 മാസം. അപ്പൊ ഗൈസ് കറക്റ്റ് ആണ്. ബീൻ സോ ലോങ്. 6 മാസം. ഇറ്റ്സ് ബീൻ വെരി ലോങ്.
ശരിയാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. വേറെ വിശേഷമൊന്നും പറയാനില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കാമെന്ന് പറയില്ല. ഞാൻ ബേസിക്കലി ഈ വ്ളോഗ് വൈൻഡപ്പ് ഡേ ഇൻ മൈ ലൈഫ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. രാവിലെ ഉറക്കണീറ്റപ്പോൾ കണ്ണൂർ അത് ഞാൻ ഇന്നേക്ക് 1 മാസമായി വ്ളോഗ് ഇട്ടിട്ട്, ഈ മാസം ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ വെറുതെ വീട്ടിൽ എല്ലാ ദിവസവും വിചാരിക്കും ഉമ്മാന്റെ ഒപ്പം അത് എടുക്കണം. പക്ഷെ എല്ലാവർക്കും ഒരു മടിയാ വീഡിയോയിൽ വരാൻ, ആർക്കും ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കാൻ ഒരു ഇതില്ല. അതിന്റെ പേരിൽ ആദ്യം അങ്ങനെയാണ്, പിന്നെ ഓൽക്കന്നെ ഒരു മടിയായി ഫേസ് ചെയ്യാതൊക്കെ. അതായത് ഇപ്പൊ ഫേസ് ചെയ്യാതൊക്കെ മടിയപ്പോ എങ്ങനെയെങ്കിലും ക്യാമറ വരണപ്പോ രാവിലെ നീച്ചാൽ അങ്ങനെ ആയിപ്പോ. പക്ഷെ എനിക്ക് അങ്ങനെ ചെന്നിട്ട് എന്തെങ്കിലും പറയേ ചോദിക്കുക അങ്ങനെ എനിക്ക് പറ്റൂല. എനിക്ക് പിന്നെ അത് പറ്റൂലോ, നമുക്കത് പറ്റൂല. എനിക്ക് മൈക്ക് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി. ഉമ്മച്ചി ആയിക്കണല്ലോ ആയാലും തല്ലി തക്ക്. ഇപ്പച്ചി മനസ്സിലാട്ടോ ഇപ്പൊ വ്ളോഗില്. ഇപ്പച്ചി നമ്മളിങ്ങനെ നോട്ടീസ് ചെയ്ത് എന്തൊക്കെ കാട്ടുന്ന. പണ്ടത്തെ വ്ളോഗ് എടുത്തൊക്കെയാണ് ഇപ്പച്ചിയാണ് ഏറ്റവും സൈലന്റ്. മുണ്ടാക്കും എല്ലാം കാണും ഇങ്ങനെ ഇവിടെ എന്താ ചെയ്യണേ. ഇപ്പൊ ഇപ്പച്ചിനെ മാത്രം ഒബ്സർവ് ചെയ്യാനുണ്ട്, അതിന് മാത്രം ഉണ്ട്. എന്തായാലും അതൊരു ഇതാണ് കേട്ടോ. പാട്ടൊന്ന് കേൾക്കാൻ മതി. ഏത് പാട്ടാ ഇന്നിറങ്ങിയ? വയോജന സോംബി ഗൈസ്. പുതിയ ട്രെൻഡി യോയോ സോങ് ഇറങ്ങിയിട്ടുണ്ട്, വയോജന സോംബി. ഇതുവരെ നിങ്ങൾ ആരും അത് വലിയ എന്താ പറയാ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വന്നു. അത് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കമന്റ്സിൽ, എടാ നീ ഇതൊക്കെ എപ്പോ ചെയ്ത് വെച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാര്. നമ്മൾ പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല, ഇത് കാണുമ്പോഴാണ് അറിയുന്നത്. ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു ഈ വർഷം അല്ലേ? അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇങ്ങനെ കയറി പോവും. ഇത് ഫസ്റ്റാ കയറി. അതങ്ങനെ 162 എവിടെ ഇല്ലാത്തൊരു ചാർജ്. ചാമ്പ്യോ മറ്റേ ടിക്കറ്റ് ഒക്കെ തരണല്ലേ സാധാരണ? ഒന്നുമില്ലേ? ഒന്നുമില്ല. ആരക്കൗണ്ട് കെട്ട്? ബായിന്റെ അക്കൗണ്ട് കെട്ട്. മുഹാരി ബാബുലാൽ. എടാ ഇത് റെസിപ്റ്റ് തരേണ്ടതാണ്, എന്താ ചോദിക്കാഞ്ഞേ? ബാക്കിയുള്ള വണ്ടി ഓൺ അടിച്ചാ ബാബുലാലിന് 160 റുപ്യ ഒരു ചോറും പീസ് നല്ല പൈസ. ബാബുലാൽ ഉണ്ടാക്കി 250 വെക്കാൻ അത് കൊടുക്കില്ലേനോ? ചോദിക്കണ്ടേ? ഞാൻ പ്രശ്നത്തിനൊക്കെല്ലാം എവിടെ എന്തെങ്കിലും ആട്ടെ. എന്നാലും അങ്ങനെ ഇതൊക്കെ നമ്മളെ റൈറ്റ്സ് അല്ലേ? ഏതൊക്കെ ടോൾ ബൂത്തിൽ സീൻ അയക്കണല്ലോ കാസർഗോഡോ എവിടെയോ. അത് പണി കഴിയാണ്ട് ശരിക്കും അതൊന്നും ചാലു വെക്കാൻ പാടില്ല. അതിപ്പോ ടോൾ ബൂത്ത് കഴിഞ്ഞു ഫുള്ള് കുണ്ടും കടങ്ങായി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ലോന്റെ എതിരാണ് ഇതൊക്കെ. പക്ഷെ ഇത് ഭരണാധികാരികൾ പോലും കണ്ണടക്കും. കാരണം ഇതൊക്കെ ബാക്കിന്റെ കൂടെ ഉള്ള ഒത്തുതീർപ്പുകളാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചോദിക്കണം കേട്ടോ, റെസിപ്റ്റ് ഒക്കെ ചോദിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ അറിയാം ആർക്കാ പോണെന്ന്. അല്ല ഞാൻ 4 ഒച്ച ഞാൻ അവിടെ ഏറെട്ടാലേ 4 പാട്ട് കുറഞ്ഞേ പാടാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എന്നാലും ഇയാളല്ലേ നേരത്തെ സീനാക്കിയാണ്. ഇൻഡിക്കേറ്ററില്ല ഒന്നുമില്ല, ഒറ്റ തിരി. ഞാൻ പന്തീരങ്ങാൾക്കാരാണ്. ഇവിടെ അല്ലല്ലോ. പുതിയ പാട്ട് കേൾക്കാം, വയോജന സോംബി കേൾക്കുക. എല്ലാവരും മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്, എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. സ്പീക്കേഴ്സിൽ കേൾക്കാം, ഹെഡ്ഫോൺസിൽ കേൾക്കാം. പാട്ട് കേൾക്കുമ്പോൾ ക്വാളിറ്റിയിൽ കേൾക്കാം. അത് ഞാൻ ഒരു ഡൗട്ട് കേട്ടെ, ഇത് സിനിമയുടെ പ്രൊമോ സിനിമന്റെ ഏത് സിനിമന്റെ ഒരു പ്രകമ്പനം. ഓക്കെ, അതിൽ നീ ഉണ്ടല്ലേ? അപ്പൊ തിയേറ്ററിൽ കാണിക്കൂല? ചിലപ്പോ ലാസ്റ്റിലെ ടൈലൻഡിൽ ചിലപ്പോ പാട്ട് പ്ലേ. എന്നാലും വെറൈറ്റി ആയിട്ടുള്ള ഒരു സോങ് ആണ്. എല്ലാവരും കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരും അല്ലല്ലോ ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞു. എല്ലാരും ഇനിയിപ്പോ റമദാൻ കരീം. റമദാനിന് മുന്നേ ഇൻഷാ നമുക്ക് കുറച്ചധികം പരിപാടികൾ വരാനുണ്ട് അല്ലേ? കുറച്ചധികം. എനിക്ക് 14 ഒരു ബുക്ക്ഡല്ലേ മൊത്തം? പെരുന്നാൾ തലേന്ന് വരെ ബുക്ക്ഡാണ്. അപ്പം എല്ലാരും എന്തായാലും പെരുന്നാൾ തലേന്നല്ല, റമദാൻ തലേന്ന്, നോമ്പ് തലേന്ന് വരെ പരിപാടി. ഫെബ്രുവരി എന്നാ 18-നല്ലേ നോമ്പ് തുടങ്ങുന്നത്? 17 വരെ പാക്കഡാണ്. നോമ്പിനൊരു പരിപാടി ഇല്ല. നോമ്പിന് പരിപാടി ഇല്ല, നോമ്പിന് ഉള്ളിൽ ഉള്ളോ ഒരു പരിപാടി ആരും കൊണ്ടു
വ്ളോഗ് ഉണ്ടാവും. 30 ദിവസം നോമ്പൊക്കെ നോറ്റി വീട്ടില് കൂടാ. 30 ദിവസം അതൊരു ഇതന്നെയാണ്. ബർക്കത്താണ്. അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ നാട്ടിലെ അടുത്തൊന്നും ചായ കുടിക്കാൻ പോകുമ്പോൾ ഒരാളില്ല. അതെനിക്ക് അറിയാം. എനിക്ക് ഞാൻ ഇവിടെ വരുമ്പോഴാണ് ചായ കുടിക്കാൻ പോണത് എല്ലാവരുമായിട്ട്. വീട്ടിലാണെങ്കിൽ ആരുമില്ല. ഒരു പട്ടിക്കുഞ്ഞ് പോലെ ഇല്ല എനിക്ക് അവിടെ പോവാൻ. എന്താ ചിരിക്കുന്ന കാര്യം പറഞ്ഞാ ഞാൻ വീട്ടിൽ പോയി ഞാൻ ഇങ്ങനെ ആലോചിക്കും പഠിച്ചോ ഞാൻ വല്ല പരിപാടിക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിലും ചായ കുടിക്കാൻ പോകാലോ. ആ മാപ്പിളനെ ദുബായിലിരിക്കുന്ന മാപ്പിളനെ ചായ കുടിക്കാൻ പോകാൻ വിളിക്കാം. നാട്ടിലെന്നെ എന്തെങ്കിലും ചെയ്യാം. മോനിനി ഈ വർഷവും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് പോയാലേ നമ്മൾ അങ്ങോട്ട് പോകണ്ടാവും ഈ വർഷം ദുബായിക്ക്. ദുബായിൽ ഷോ എടുത്തിട്ടില്ലല്ലോ. പക്ഷെ പെരുന്നാളിനൊക്കെ വരുന്നുണ്ട് ഷോ വരുന്നുണ്ട് പറയുന്നത്.